Hi all, welcome to Competitive Cracker. ഞാൻ അനുപ്രിയ. അപ്പോൾ നമുക്കറിയാം KERAFED എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. ഏകദേശം ഇനിയൊരു 45 ദിവസം കൂടെ മിച്ചമുള്ളൂ. ഏപ്രിലാണ് എക്സാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ CC ആണെങ്കിലും പുതിയൊരു KERAFED ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് CC പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു 45 ഡേയ്സ് KERAFED ഒരു ടൈം ടേബിളാണ്. അപ്പോൾ ഡേ 1 നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇവിടെ ഓരോ ദിവസം 45 ദിവസത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡേ 1 നമുക്ക് പഠിക്കാനുള്ളത് കോർപ്പറേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ്, കേരള ഹിസ്റ്ററി, കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് ഒരുപക്ഷെ ഒരു ഡൗട്ട് തോന്നാം. എന്തായിരിക്കും കാരണം? അതായത് നമുക്കറിയാം 10 മാർക്കിന് നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ തന്നെ 2 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം, 2 അല്ലെങ്കിൽ ഒരു 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം അല്ലേ. കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കേരള ഹിസ്റ്ററി ആ 10 മാർക്ക് നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടോപ്പിക്കിനെ 2 ആയിട്ട് ഇവിടെയും കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഡേ 1 ടൈം ടേബിളിലോട്ട് പോവാം. കോർപ്പറേഷനായിട്ട് റിലേറ്റ് ചെയ്തത് ബേസിക്സ് ഓഫ് കോർപ്പറേഷൻ, കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ICA, then കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട് 1. അപ്പോൾ എന്താ ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട് 1 എന്ന് പറയുന്നത്? അതായത് നമ്മുടെ CCയുടെ ആപ്പിൽ വളരെ വ്യക്തമായിട്ട് സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സഹകരണ സ്ഥാപനങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് നമ്മുടെ സിലബസിൽ. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡേ 1 പഠിക്കുന്നത്. ദെൻ ഇനി കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിക്കുന്നുണ്ട്. ആർട്ടിക്കിൾസ് ആയിട്ട് ഇംഗ്ലീഷ് ആയിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ്, ഏറ്റവും ബേസിക് ടോപ്പിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസും സ്പെൽ ചെക്കുമാണ് ഡേ 1 പഠിക്കുന്നത്. ദെൻ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ നവോത്ഥാന സംഘടനകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മുഴുവൻ നവോത്ഥാന സംഘടനകളെ നമ്മൾ ഒരു ദിവസം പഠിക്കുകയല്ല, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് പാർട്ട് 1 ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡേ 1 തന്നിരിക്കുന്നത്. അപ്പം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇംഗ്ലീഷിൻ്റെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഡേ 1 ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഡേ 2 ഇതുപോലെ തന്നെ കോർപ്പറേഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. കോർപ്പറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് കോർപ്പറേറ്റീവ് ഫ്ലാഗ്, കോർപ്പറേഷൻ വേഴ്സസ് സോഷ്യലിസം, കമ്മ്യൂണലിസം, കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട് 2. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം സോഷ്യലിസം, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെന്താണെന്നും പഠിക്കണം. ഇത് രണ്ടും തമ്മിൽ കോർപ്പറേഷൻ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഡേ 2 ദെൻ കോർപ്പറേറ്റീവ് ഫ്ലാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റീവ് ഫ്ലാഗ്. അപ്പം ഈ ടോപ്പിക്സ് ആണ് ഡേ 2 കോർപ്പറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന പോർഷനാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്. എന്തുകൊണ്ട് ഫ്രേസൽ വെർബ് നമ്മൾ ഡേ 2 ഇൻക്ലൂഡ് ചെയ്തത്? അതായത് ഫ്രേസൽ വെർബ് നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പം ഇന്ന് പഠിച്ചു, നാളെ റിവൈസ് ചെയ്തു, അങ്ങനെ റിവൈസ് ചെയ്തു മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചത് ഓർത്തിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡേ 2 വൊക്കാബുലറി സെക്ഷനിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡേ 2 ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 1ാമത്തെ ദിവസം പഠിച്ച നവോത്ഥാന സംഘടനകളുടെ ബാക്കി വരുന്ന നവോത്ഥാന സംഘടനകൾ നമ്മൾ പഠിക്കുന്നത് ഡേ 2 ദെൻ അടുത്തത് കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ കുറച്ചൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നൊന്നും പറയാനില്ല. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഡേ 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേ 2 നമ്മൾ അവസാനിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കോട് കൂടിയാണ് നമ്മൾ അവസാനിക്കുന്നത്. ഇതേപോലെ ഡേ 3, 4, 5, 6 തുടങ്ങിയ ദിവസങ്ങളും ഇതേപോലെ തന്നെ ഒരു വ്യക്തമായിട്ടൊരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 7ാമത്തെ ദിവസത്തിലോട്ട് വരുമ്പം ഒരു റിവിഷൻ എക്സാം ഡേ 1 മുതൽ 6 വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതിനെയും ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ റിവിഷൻ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് 7ാമത്തെ ദിവസമായിരിക്കും, റിവിഷൻ എക്സാം 1 എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് 8ാമത്തെ ദിവസം തൊട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക്കും സിലബസും എല്ലാം തന്ന് നമ്മൾ വീണ്ടും റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുപോലെ ഡേ 14 എത്തുമ്പോൾ 2ാമത്തെ റിവിഷൻ എക്സാം നമ്മൾ നടത്തും. ദെൻ 14 കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുമ്പോൾ
ഈ 14 ദിവസം 14ാമത്തെ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് ഡേ 8 തൊട്ട് ഡേ 13 വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാം ആയിരിക്കും ഡേയിൽ നമ്മൾ നടത്തുക. 14ാമത്തെ റിവിഷൻ എക്സാമിൽ നമ്മൾ നടത്തുക. ദെൻ ഡേ 21ലും നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ 21ൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് മിച്ചമുള്ള ടോപ്പിക്, അതായത് ഡേ 15 തൊട്ട് 20 വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത റിവിഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ 22ാം തീയതി വീണ്ടും നമ്മളൊരു ഇതുവരെ പഠിച്ചിട്ടുള്ള മുഴുവൻ ടോപ്പിക്സും ഈ 3 റിവിഷൻ എക്സാമും ഉൾപ്പെടെ മുഴുവൻ ടോപ്പിക്സിനെ നമ്മൾ ഡേ 22ന് പുതിയൊരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡേ 35ലെ റിവിഷൻ എക്സാമിന് ശേഷം വീണ്ടും നമ്മൾ സബ്ജക്ട് വൈസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡേ 39ല് കോർപ്പറേഷൻ്റെ ആദ്യത്തെ സബ്ജക്ട് വൈസ് എക്സാം നമ്മൾ നടത്തും. ദെൻ 39ന് ശേഷം ഡേ 41ൽ ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട് വൈസ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. ദെൻ 43ാം തീയതി റിവിഷൻ എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 43, 44, 45 ദിവസങ്ങളിൽ എൻ്റയർ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ എക്സാം ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് നമ്മുടെ ആപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ മുന്നോട്ട് പോവുക. സബ്ജക്ട് വൈസ് എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, അതുപോലെ ഫുൾ മോഡൽ എക്സാം ഉണ്ടാവും. ഡേ 45 എന്ന് പറയുന്ന ഒരു ഫുൾ മോഡൽ എക്സാം ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 44 ഫുൾ മോഡൽ എക്സാം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 45 ഡേയ്സ് KERAFEDിൻ്റെ ക്രാഷ് കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 45 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ നമ്മൾ പല തരത്തിലുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസ് വൈസായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, അതുപോലെ ടേംലി എക്സാംസ് ഉണ്ടാവും, ഗ്രൂപ്പ് ഹാൻഡ്ലിംഗ് ഉണ്ടാവും, ഡെയിലി വർക്കൗട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫെസിലിറ്റി എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്